റെക്കോർഡിംഗ് മെത്തേഡാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ ഒരു പ്രീ റെക്കോർഡഡ് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് ദ സ്പെസിഫിക്കേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. ഓക്കെ, എന്തൊക്കെയാണ്? ടൈപ്സ്, വോൾട്ടേജ് റേറ്റിംഗ്, ടോളറൻസ്, പവർ ഫാക്ടർ, ഡയലക്ട്രിക് അബ്സോർപ്ഷൻ. These are the specifications of a capacitor. Okay, നമ്മൾ ഓൾറെഡി റെസിസ്റ്റേഴ്സിന്റെ കേസിൽ അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? ഇൻ സിമിലർ വേ കപ്പാസിറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും അതിനും എന്താണ്, നമ്മളൊരു പെർട്ടിക്കുലർ സർക്യൂട്ടിലേക്ക് ഡിസൈൻ ചെയ്തിട്ട് ഒരു കപ്പാസിറ്റർ ചൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സം സ്പെസിഫിക്കേഷൻസ് നമ്മൾ എന്തായാലും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്താണ്? ടൈപ്സ് ഓഫ് കപ്പാസിറ്റർ. ഓക്കെ, നമ്മൾ എന്താ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ടൈപ്പ് കപ്പാസിറ്റേഴ്സ് ഉണ്ട്, വേരിയബിൾ ടൈപ്പ് കപ്പാസിറ്റേഴ്സ് ഉണ്ട്, അതിലും വീണ്ടും ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം കപ്പാസിറ്റേഴ്സിന്റെ ടൈപ്സിൽ നമ്മളിപ്പോൾ ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ആ സർക്യൂട്ടിൽ നമ്മൾ ഡിസൈർഡ് ആപ്ലിക്കേഷൻ ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള രീതിയിലാണ് ആ കപ്പാസിറ്റർ ചൂസ് ചെയ്യുക. അപ്പം ഏത് ടൈപ്പ് കപ്പാസിറ്റർ ആണോ വേണ്ടത് അത് നമ്മൾ ആ ഒരു സർക്യൂട്ട് അനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യും. ഓക്കെ, ദെൻ വോൾട്ടേജ് റേറ്റിംഗ്, ഞാനത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കപ്പാസിറ്റേഴ്സിന്റെ കേസിൽ വോൾട്ടേജ് റേറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മൾ ഓരോ സർക്യൂട്ട്സിലും എന്താണ് ഡിഫറെന്റ് വോൾട്ടേജ് റേറ്റിംഗ്, ഡിഫറെന്റ് പവർ റേറ്റിംഗ്, ഡിഫറെന്റ് കറണ്ട് റേറ്റിംഗ് ഒക്കെ ആയിരിക്കും. അപ്പം ആ സർക്യൂട്ടിൽ നമുക്ക് ഏത് വോൾട്ടേജ് റേറ്റിംഗ് ഉള്ള കപ്പാസിറ്റർ ആണോ നമുക്ക് അതിൽ യൂസ് ചെയ്യാൻ പറ്റുക ആ രീതിയിൽ നമ്മളത് ചൂസ് ചെയ്തെടുക്കും. ഓക്കെ, ദെൻ ടോളറൻസ് വാല്യൂ. ഓക്കെ, ടോളറൻസ് എന്താണ്? ആക്ച്വൽ വാല്യൂ എന്നുള്ള ചെറിയ ഡീവിയേഷൻസ് അല്ലേ, പ്ലസ് ഓ മൈനസ് അതിൽ വരുന്ന എത്രയെങ്കിലും ഒരു പെർസെൻറ്റേജ് ഡീവിയേഷൻ. ഓക്കെ, അപ്പം ഒരു അക്യുറേറ്റ് സർക്യൂട്ട് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ അതിലെല്ലാ ഇതും അക്യുറേറ്റ് ആയിട്ട് വേണമെന്നാണെങ്കിൽ കുറച്ചുകൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ട് ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ടോളറൻസ് വാല്യൂ കുറവുള്ള കപ്പാസിറ്റർ ചൂസ് ചെയ്യണം. ഒരു പ്ലസ് ഓ മൈനസ് 5%, പ്ലസ് ഓ മൈനസ് 10% ടോളറൻസ് ഉള്ള കപ്പാസിറ്റേഴ്സ് ചൂസ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഈ ടോളറൻസ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് എന്താണ്? അതിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ നമ്മളൊരു ആക്ച്വൽ വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല വേരിയേഷൻസും കൂടും. ഓക്കെ, അപ്പോൾ നമ്മൾ ടോളറൻസ് പെർസെൻറ്റേജ് കപ്പാസിറ്റേഴ്സ് ആണ് നമ്മൾ ആക്യുറേറ്റ് സർക്യൂട്ട്സിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ദെൻ കംസ് പവർ ഫാക്ടർ. ഓക്കെ, പവർ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളൊരു കപ്പാസിറ്ററിനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻറ്റ് പവർ ഫാക്ടർ മാത്രം ഓർത്ത് വെക്കുക. എന്താണ്? ഒരു ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് അതിന്റെ ഫുൾ എഫിഷ്യൻ്റ് ആയിട്ട് അതിന്റെ പെർഫോമൻസ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടണമെങ്കിൽ, അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ അതിന്റെ പവർ ഫാക്ടർ ഷുഡ് ബി മോർ അതിന്റെ പവർ ഫാക്ടർ മാക്സിമം ആയിരിക്കണം. മാക്സിമം വാല്യൂ ഓഫ് പവർ ഫാക്ടർ യൂണിറ്റി ആണ്, 1 ആണ്. ഓക്കെ, പവർ ഫാക്ടറിന്റെ മാക്സിമം വാല്യൂ അതിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് യൂണിറ്റി ആണ്. ഓക്കെ, 1 ആണ്. നമ്മൾ നോർമലി നമ്മൾ അധികവും നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ ഇൻഡക്റ്റീവ് ലോഡ്സ് ഒക്കെ ആയിരിക്കും. അത് നമ്മുടെ ഹോം അപ്ലയൻസസ് ആയാലും ഇൻഡസ്ട്രിയൽ ആയാലും ഇൻഡക്റ്റീവ് നേച്ചറിലുള്ള ലോഡ്സ് ആയിരിക്കും കൂടുതൽ ഉണ്ടാകുക. ഇൻഡക്റ്റീവ് നേച്ചർ ആണെങ്കിൽ എന്താണ്? പവർ ഫാക്ടർ ലാഗ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, പവർ ഫാക്ടർ ലാഗ് ചെയ്യും. ഓക്കെ, കപ്പാസിറ്റീവ് ലോഡ്സ് ആണെങ്കിൽ പവർ ഫാക്ടർ ലീഡ് ചെയ്യും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ട. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിന് നമുക്ക് അതിന്റെ മാക്സിമം പെർഫോമൻസ് ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ അതിന്റെ പവർ ഫാക്ടർ ഷുഡ് ബി യൂണിറ്റി ഓർ നിയർ ടു 1, 0.8, 0.9 ഓർ 80%, 85%, 90% ആ റേഞ്ചിൽ കിട്ടണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പം പവർ ഫാക്ടറും കപ്പാസിറ്ററായിട്ട് ഒരു നല്ല റിലേഷൻ ഉണ്ട്. അപ്പം നമ്മൾ നോർമലി പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റിന് വേണ്ടി നമ്മൾ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യും. അപ്പം ആ ഒരു ടേം ആണ് ഇവിടെ നിങ്ങൾ നോക്കി വെക്കേണ്ടത്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ട. ദെൻ ഡയലക്ട്രിക് അബ്സോർപ്ഷൻ. ഓക്കെ, ഡയലക്ട്രിക് അബ്സോർപ്ഷൻ ടൈംസിൽ എന്താണ് പറയുമ്പോൾ മെൻഷൻ ചെയ്യണം. ഏതൊക്കെയാണ്? ടൈപ്സ് ഓഫ് കപ്പാസിറ്റർ, വോൾട്ടേജ് റേറ്റിംഗ്, ടോളറൻസ്, പവർ ഫാക്ടർ ആൻഡ് ഡയലക്ട്രിക് അബ്സോർപ്ഷൻ. ഓക്കെ, ഇതൊക്കെയാണ് സ്പെസിഫിക്കേഷൻസ് ഓഫ് കപ്പാസിറ്റർ. ഓക്കെ, അപ് ടു ദിസ് പോയിന്റ് എന്താണ്? കപ്പാസിറ്റർ സെക്ഷൻ ഫിനിഷ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് വരുന്ന തേർഡ് പാസീവ് കോമ്പണന്റ് ഏതാണ്? ഇൻഡക്ടർ ആണ്. ഓക്കെ,
already റെസിസ്റ്ററിനെ കുറിച്ചും കപ്പാസിറ്റേഴ്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദാറ്റ് ഈസ് ഇൻഡക്ടർ. ഓക്കെ, ഇൻഡക്ടർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും അല്ലേ? ഇൻഡക്ടർ എന്താണ്? ഇൻഡക്ടർ ആക്ച്വലി ഒരു എ സി റെസിസ്റ്റർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ആൻ ഇൻഡക്ടർ is often referred to as AC resistor. It resists the changes in the current and stores energy in the form of magnetic field. ഓക്കെ, അപ്പം ഇൻഡക്ടേഴ്സ് നമ്മൾ എന്താണ് ഒരു വി ക്യാൻ കോൾ ഇറ്റ് ആസ് എൻ എ സി റെസിസ്റ്റർ. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് റെസിസ്റ്റ് ചേഞ്ചസ് ഇൻ ദ കറന്റ്. ഇൻഡക്ടേഴ്സ് റെസിസ്റ്റ് ചേഞ്ചസ് ഇൻ ദ കറന്റ് ആൻഡ് സ്റ്റോർസ് എനർജി ഇൻ ദ ഫോം ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അതാണ് ഇൻഡക്ടേഴ്സ്. അപ്പൊ ഇൻഡക്ടേഴ്സ് നമ്മൾ നോർമലി റെപ്രസെന്റ് അപ്പൊ എങ്ങനെയാണ് അതിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത്? ഈ കോപ്പർ കോയിൽസ് എടുത്തിട്ട് വൗണ്ട് ചെയ്തിട്ടാണ് ഇൻഡക്ടേഴ്സ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അത് ഒന്നുകിൽ ജസ്റ്റ് വൗണ്ട് ചെയ്തിട്ട് ഇൻഡക്ടേഴ്സ് ആക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അയണോ ഫെറൈറ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു കോർ എടുത്തിട്ട് അതിന്റെ മുകളിലും അത് വൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇൻഡക്ടേഴ്സ് നമുക്ക് മാനുഫാക്ചറിങ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊക്കെ വരുന്നത് ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡക്ടേഴ്സിലാണ്. ഓക്കെ, അപ്പം ഇൻഡക്ടർ എന്താണ്? ഇറ്റ് റെസിസ്റ്റ് ചേഞ്ചസ് ഇൻ കറന്റ് ആൻഡ് സ്റ്റോർസ് എനർജി ഇൻ ദ ഫോം ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതാണ് ഇൻഡക്ടേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഡക്ടേഴ്സ് കാണാൻ പറ്റും. ഇതൊക്കെ എന്താണ്? എയർ കോഡ് ഇൻഡക്ടേഴ്സ് ആണ്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒരു കോപ്പർ കോയിൽ എടുത്ത് വൗണ്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഇൻഡക്ടേഴ്സ് ആണ്. അതിലൊക്കെ എന്താ എയർ കോർ ആണ് അല്ലെ? സ്പെസിഫിക് ആയിട്ട് ഒരു അയൺ കോറോ ഫെറൈറ്റ് കോറോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. എല്ലാം എയർ കോർ ഇൻഡക്ടേഴ്സ് ആണ്. ഓക്കെ, ഇതൊക്കെ എയർ കോർ ഇൻഡക്ടേഴ്സ് ആണ്. പിന്നെ ഇതിന്റെ ഇൻഡക്ടൻസ് വാല്യൂ വിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് കോയിൽസ് ആൻഡ് ദാറ്റ് മെറ്റീരിയൽ, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഇൻഡക്ടൻസ് വാല്യൂ നമുക്ക് പിന്നെ ഇപ്പൊ അയൺ കോർ ഇൻഡക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ അതിന്റെ കോറിനെയും അത് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പം ബേസ്ഡ് അപ്പോൺ ദ കൺസ്ട്രക്ഷൻ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഡക്ടേഴ്സ് ഉണ്ട്. അത് നമുക്ക് അതിന്റെ ടൈപ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ വേറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഡക്ടേഴ്സ് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്കിയേ, ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ അയൺ കോർ ഇൻഡക്ടർ ആണ്. എന്താണ്? ഇവിടെ ഒരു കോർ ഉണ്ട് അല്ലെ? ഇതൊരു റൗണ്ട് സ്ട്രക്ചറിലുള്ള ഒരു കോർ ഉണ്ട്. ആ കോറിന്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കോപ്പർ കോയിൽ ഇതുപോലെ ഇങ്ങനെ വൗണ്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനെ നമ്മൾ കോർ വൗണ്ടഡ് ഇൻഡക്ടർ അല്ലെങ്കിൽ അയൺ കോർ ഇൻഡക്ടർ എന്ന് പറയും. ഓക്കെ, ഇപ്പൊ ഈ യൂസ് ചെയ്തിരിക്കുന്ന കോർ അയൺ ആണെങ്കിൽ അത് അയൺ കോർ ഇൻഡക്ടർ, എല്ലാം അത് ഫെറൈറ്റ് മെറ്റീരിയൽ ആണെങ്കിൽ അത് ഫെറൈറ്റ് കോർ ഇൻഡക്ടർ. ഓക്കെ, അപ്പം ഇതും എന്താണ്? ഇൻഡക്ടറിന്റെ വേറൊരു ടൈപ്സ് ആണ്. ഓക്കെ, ഇവിടെ എയർ കോർ അല്ല. എന്താണ്? ഇവിടെ നോക്കി കണ്ടാൽ മനസ്സിലാവും, നേരത്തെ നമുക്ക് എയർ കോർ ആയിരുന്നു, ബട്ട് ഇവിടെ ആ ഇൻഡക്ടറിലെ കോപ്പർ കോയിൽസ് വൗണ്ട് ചെയ്തിരിക്കുന്നത് ഒരു അയൺ കോറിന്റെ മുകളിലാണ്. ഓക്കെ, ഇൻഡക്ടേഴ്സിന്റെ മനസ്സിലായാലും ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഫെമിലറൈസ് ആയിട്ടുള്ള ടേംസ് ആണ്. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡക്ടേഴ്സ്. ഓക്കെ, വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡക്ടേഴ്സ്? ഇൻഡക്ടേഴ്സ് നമ്മൾ നോർമലി കപ്പാസിറ്ററും റെസിസ്റ്ററും ഒക്കെ ക്ലാസിഫൈ ചെയ്ത പോലെ തന്നെ ദേ ആർ ബേസിക്കലി ക്ലാസിഫൈഡ് ഇൻടു ടു ടൈപ്സ്: ഫിക്സഡ് ടൈപ്പ് ഇൻഡക്ടേഴ്സ് ആൻഡ് വേരിയബിൾ ടൈപ്പ്. ഓക്കെ, ഫിക്സഡ് ടൈപ്പ് ആൻഡ് വേരിയബിൾ ടൈപ്പ്. ഓക്കെ, and the fixed inductors is again classified into air core inductor and cold inductor. Air core inductor and cold inductor. And here the cold inductor is again classified into iron core inductor and ferrite core inductor. Okay, ഇതാണ് ഫിക്സഡ് ടൈപ്പിന്റെ ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. എന്താണ്? ഇൻഡക്ടേഴ്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു ഫിക്സഡ് ടൈപ്പ് ആൻഡ് വേരിയബിൾ ടൈപ്പ്. The fixed type inductors are again classified into air core and cold one. And the cold inductors are again classified core and ഈ കോർ മെറ്റീരിയൽ ആണോ അതാണ് അവിടെ core inductor. If you are using the ferrite core, then it is ferrite core inductor. Okay, and then variable type inductors here, they are again classified into fluctuant inductor and tapped inductor. Yes, fluctuant inductor and tapped inductor. ഈ ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആണല്ലോ? ഇൻഡക്ടേഴ്സിനെ ഫിക്സഡ് ആൻഡ് വേരിയബിൾ ആയി ക്ലാസിഫൈ ചെയ്തു. ഫിക്സഡ് is again classified into air core and cold. Then cold is again classified into iron core and ferrite core. Okay, and variable type inductors are classified into slack tuned and tapped inductor. Okay, this is the classification of inductors. Clear അല്ലേ?
ഹലോ, ഓഡിബിൾ അല്ലേ? നെക്സ്റ്റ് നമുക്ക് എന്താ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഡക്ടേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഫസ്റ്റ് വരുന്നത് എന്താണ്? എയർ കോർ ഇൻഡക്ടർ ആണ് അല്ലേ, വിച്ച് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഫിക്സഡ് ടൈപ്പ് ഇൻഡക്ടേഴ്സ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? എയർ കോർ ഇൻഡക്ടേഴ്സ് ആണ്. ഓക്കെ, എയർ കോർ ഇൻഡക്ടേഴ്സ് ഏതാണ്? ഒരു ഫിക്സഡ് ടൈപ്പ് ഇൻഡക്ടറിന്റെ എക്സാമ്പിൾ ആണ്. ഇവിടെ നോക്കി, ഇതിന്റെ കൺസ്ട്രക്ഷൻ സിമ്പിൾ ആണ്. എന്താണ്? കോപ്പർ കോയിൽ ഉണ്ട്, അത് ഇതുപോലെ വൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ നമ്പർ ഓഫ് കോയിൽസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ ഇൻഡക്ടൻസ് വാല്യൂ ഇൻക്രീസ് ചെയ്യും. പിന്നെ നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ഇൻഡക്ടൻസിന് ഓൾറെഡി ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, അതിന്റെ വാല്യൂ വേരി ചെയ്യാൻ പറ്റില്ല. ഇതാണ് എയർ കോർ ഇൻഡക്ടർ. ഓക്കെ, ഇതിന് വേറെ കോർ ഒന്നുമില്ല. ഇവിടെ എയർ ഈസ് ആക്ട് ആസ് എ കോർ ആൻഡ് ഹിയർ ഓൺലി ദ കോപ്പർ കോയിൽസ് ആർ വൗണ്ട് ലൈക്ക് എ സ്പ്രിംഗ്. ആ രീതിയിലാണ് അത് വൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. Okay, and if the number of coils increases, its inductance value increases. Number of coils decreases, inductance value decreases. ആ സിമിലർ വേയിലാണ് അതിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. നമ്മൾ ഇപ്പൊ ഏതെങ്കിലും ഫിക്സഡ് വാല്യൂ ഓഫ് ഇൻഡക്ടൻസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ട് എത്ര തിക്നെസ് ഉള്ള കോപ്പർ കോയിൽ വേണം, അതിന് എത്ര നമ്പർ ഓഫ് കോയിൽസ് വേണം എന്നൊക്കെ ഡിസൈൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു സ്പെസിഫിക് ഇൻഡക്ടർ മാനുഫാക്ചറിങ് ചെയ്യും. അതാണ് എയർ കോർ ഇൻഡക്ടർ. And second one is the iron core inductor. Okay, iron core inductor എന്ന് വെച്ചാൽ നമ്മുടെ കോർഡ് ഇൻഡക്ടേഴ്സിന് എക്സാമ്പിളിൽ വരുന്നതാണ് അയൺ കോർ ഇൻഡക്ടർ. ഓക്കെ, നമ്മൾ ഫിക്സഡിൽ അയൺ കോറിന്റെ കോഡിൽ വരുന്നതാണ് അയൺ കോർ ഇൻഡക്ടർ. ഓക്കെ, അതെന്താണ്? ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അയൺ കോർ ഇൻഡക്ടർ എന്ന് പറയുകയാണെങ്കിൽ ഹിയർ ഒരു അയൺ കോർ ഉണ്ടാകും. ഓക്കെ, അയൺ കോറിന്റെ മുകളിൽ യു ആർ വൗണ്ടിങ് ദ കോപ്പർ വയേഴ്സ്. ഇതുപോലെ കോപ്പർ വയർ ഇങ്ങനെ വൗണ്ട് ചെയ്ത് വെക്കും. ദിസ് ഇസ് അയൺ കോർ ഇൻഡക്ടർ. ഇവിടെ ഒരു കോർ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് അയേൺ ആണ്. ഒരു അയേൺ കോർ ഉണ്ടാവും. ഇങ്ങനെ ഒരു അയേൺ കോർ ഉണ്ടാവും. ഈ അയേൺ കോറിന്റെ മുകളിൽ വി ആർ വൗണ്ടിങ് ദ കോപ്പർ വയേഴ്സ്. കോപ്പർ വയർ ഇതുപോലെ വൗണ്ട് ചെയ്യും. ഇതാണ് അയേൺ കോർ ഇൻഡക്ടർ. ഇതിന്റെ ഡിസൈനിൽ നമ്മൾ അതിന്റെ കോർ മെറ്റീരിയലിന്റെയും അതിന്റെ കോപ്പർ വയറിന്റെയും അതിന്റെ നമ്പർ ഓഫ് കോയിൽസ് ഒക്കെ ഒരു ഫാക്ടേഴ്സ് ആയിട്ട് എടുക്കും. അതൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു സ്പെസിഫിക് ഇൻഡക്ടൻസ് വാല്യൂയിലേക്ക് അതിനെ വൗണ്ട് ചെയ്തെടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഈ അയൺ കോർ ഇൻഡക്ടറിന്റെ കേസ് പറയുകയാണെങ്കിൽ ഡിഫറെന്റ് ഷേപ്പിൽ ഇത് അവൈലബിൾ ആണ്. ആ ഡിഫറെന്റ് ഷേപ്പിനനുസരിച്ച് അവിടെയും ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ബട്ട് നിങ്ങൾക്ക് അത്ര ഡീപ്പായിട്ട് വേണ്ട. ഇതുപോലെ ഒരു റെക്ടാങ്കുലർ കോർ ആണെങ്കിൽ ഒരു ടൈപ്പ്, അല്ലെങ്കിൽ ഒരു ഇ ഷേപ്പ് കോർ, അല്ലെങ്കിൽ നേരത്തെ കണ്ട പോലെ ഒരു റൗണ്ട് റിംഗ് ഷേപ്പ് കോർ, അങ്ങനെ ഡിഫറെന്റ് ഷേപ്സിൽ എന്ത് ചെയ്യുക, ഈ കോർ അവൈലബിൾ ആവും. ആ ഡിഫറെന്റ് ഷേപ്സിലെ കോറിന്റെ മുകളിലും ഇതുപോലെ കോപ്പർ വയർസ് വൗണ്ട് ചെയ്യും. അപ്പൊ അതൊക്കെ നമ്മൾ ഓരോ സ്പെസിഫിക് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഈ കോറൊക്കെ ഉണ്ട്. ഈ ഷേപ്പിലൊക്കെ കോർ വന്നിട്ട് അതിന്റെ മുകളിൽ കോപ്പർ വയർ വൗണ്ട് ചെയ്യും. ഇതുപോലെ സ്പെറിക്കൽ ആയിട്ട് അല്ലെങ്കിൽ ഇതുപോലെ റിംഗ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും കോർ. ആ റിംഗ് ലൈക്ക് സ്ട്രക്ചറിന്റെ മുകളിൽ ഇതുപോലെ കോപ്പർ വയർസ് ഇങ്ങനെ വൗണ്ട് ചെയ്യും. ഇങ്ങനെ ഡിഫറെന്റ് കൺസ്ട്രക്ഷൻ വരുന്നുണ്ട് ബേസ്ഡ് അപ്പോൺ ദ ഷേപ്പ് ഓഫ് ദ കോർ. ഓക്കെ, നെക്സ്റ്റ് അയൺ കോർ പറഞ്ഞു. ഇനി ഫെറൈറ്റ് കോർ ഇൻഡക്ടർ ഉണ്ട്. അവിടെ എന്താണ് ഡിഫറൻസ്? ഓൺലി ദ കോർ മെറ്റീരിയൽ ഈസ് വേരി. Okay, if the core material is iron, then it is iron core inductor. If the core material is ferrite, then it is ferrite core inductor. അതാണ് അതിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫിക്സഡ് ടൈപ്പ് ഇൻഡക്ടേഴ്സ്. സിമിലർ വേ തന്നെയാണ് വരുന്നത് വേരിയബിൾ ടൈപ്പ് ഇൻഡക്ടേഴ്സ് ആണ്. ഓക്കെ, അതിൽ എക്സാമ്പിൾസ് ഇൻഡക്ടർ ആണ്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് നമുക്ക് ടാപ്ഡ് ഇൻഡക്ടർ നോക്കാം. വാട്ട് ഈസ് ടാപ്ഡ് ഇൻഡക്ടർ? ടാപ്ഡ് ഇൻഡക്ടർ എന്താണ്? ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ വേരിയബിൾ ടൈപ്പ് ഇൻഡക്ടർ. ഓക്കെ, ടാപ്ഡ് ഇൻഡക്ടേഴ്സിന് അതിലിവിടെ നിങ്ങൾക്കൊരു ഫിഗർ കാണാൻ പറ്റും. ടാപ്ഡ് ഇൻഡക്ടേഴ്സിന് എന്താണ്? നമ്മൾ കുറെ ടാപ്പിംഗ്സ് പ്രൊവൈഡ് ലെങ്തിലുള്ള ഒരു ഇൻഡക്റ്റീവ് കോയിലിന് നമ്മൾ ഡിഫറെന്റ് പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ടാപ്പിംഗ്സ് എടുക്കും. ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് ടാപ്പ് ആണ്. അത് നമ്മൾ കാണിച്ചിരിക്കുന്നത് സെക്കൻഡ് ടാപ്പ് ആണ്. കുറച്ച് പറയുന്നത്
കോയിലും കൂടി കഴിഞ്ഞിട്ട് തേർഡ് ടാപ്പിംഗ്, കുറച്ച് കോയിൽ കഴിഞ്ഞിട്ട് ഫോർത്ത് ടാപ്പിംഗ്, ആൻഡ് ഫൈനലി ലാസ്റ്റ് എൻഡിൽ അതിന്റെ കോയിൽ വൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് എൻഡിൽ വേറൊരു ടാപ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ടാപ്പ് വെച്ചാൽ നമുക്ക് ഇതിന്റെ വേരി ചെയ്യിക്കാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞു എന്താണ് നമ്പർ ഓഫ് ഇൻക്രീസ് ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ ഇൻഡക്റ്റൻസ് വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് കോയിൽസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന്റെ ഇൻഡക്റ്റൻസ് വാല്യൂ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നമ്പർ ഓഫ് കോയിൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇൻഡക്റ്റൻസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. നമ്പർ ഓഫ് കോയിൽ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ഇൻഡക്റ്റൻസ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, ആ ഒരു അപ്രോച്ച് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എന്താണ് ഇവിടെ നമ്മൾ ആ ഇൻഡക്ടറിന്റെ കോയില് ഡിഫറെന്റ് പൊസിഷൻസിൽ നമ്മൾ ഡിഫറെന്റ് ടാപ്പിംഗ്സ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സെലക്ടർ സ്വിച്ച് ഉണ്ട്. ഓക്കെ, ഈ സെലക്ടർ സ്വിച്ച് അറ്റ് പ്രസന്റ് ഏത് ടാപ്പിംഗുമായിട്ടാണോ കണക്ട് ചെയ്യുന്നത് അത്ര വരെയുള്ള ഇൻഡക്റ്റൻസ് വാല്യൂ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ടൈം ഞാൻ ഈ സെലക്ടർ സ്വിച്ചിന്റെ ഈ ലീഡ് ഈ ടാപ്പിംഗ് 1 കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്റെ സർക്യൂട്ട് നോക്കൂ. ഞാൻ സർക്യൂട്ട് ഇവിടെ നിന്ന് എൻറ്റർ ചെയ്തു, ഇതുപോലെ മൂവ് ചെയ്തു. ഇത്ര പൊസിഷനിൽ ഇൻഡക്റ്റൻസ് മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ. ഞാൻ ഇതിൽ കൂടെ ലീവ് ചെയ്തു, ആ സർക്യൂട്ടിന്റെ മറ്റു കോമ്പൗണ്ടിലേക്ക് പോയി. അപ്പൊ ഇത്രയാ പാത്ത് വേ വരുന്നുള്ളൂ. അപ്പൊ എന്താണ് അവിടെ എനിക്ക് അവൈലബിൾ ആയി കിട്ടുന്നത്, ഇവിടെ എനിക്ക് അവൈലബിൾ ആയിട്ടുന്ന ഇൻഡക്റ്റൻസിന്റെ വാല്യൂ മാത്രമേ കിട്ടുന്നു അല്ലെ. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഈ സെലക്ടർ സ്വിച്ച് ടാപ്പിംഗ് 2 ആയിട്ട് കണക്ട് ചെയ്യും. അപ്പൊ ടാപ്പിംഗ് 2 ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ ഞാൻ ഇങ്ങനെ സർക്യൂട്ടിലേക്ക് എൻറ്റർ ചെയ്തു, ഇത്രയും പൊസിഷൻ ഇൻഡക്റ്റൻസിൽ കൂടെ മൂവ് ചെയ്തു, ഇത്രയും കോയിൽസിൽ കൂടെ മൂവ് ചെയ്തു, എന്നിട്ടാണ് ഞാൻ സർക്യൂട്ടിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ആ ഒരു അപ്രോച്ച് നോക്കി നമുക്ക് മനസ്സിലാവും ഓരോ ടാപ്പിംഗിലേക്ക് ഈ സെലക്ടർ സ്വിച്ച് വെക്കുന്നതിനനുസരിച്ച് അതിന്റെ ഇൻഡക്റ്റൻസ് വാല്യൂ നമുക്ക് വേരി ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോ ഞാൻ ആ ഒരു സെലക്ടർ സ്വിച്ച് ഈ 5 എന്നുള്ള പൊസിഷനിലാണ് വെച്ചത്. ഞാൻ ഈ 5 എന്നുള്ള പൊസിഷനിലാണ് വെച്ചതെങ്കിൽ എനിക്ക് മുഴുവനായിട്ടുള്ള ഇൻഡക്റ്റൻസ് വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, മുഴുവനായിട്ടുള്ള ഇൻഡക്റ്റൻസ് വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഈ സെലക്ടർ സ്വിച്ച് ഏത് ടാപ്പിംഗിലേക്കാണോ കണക്ട് ചെയ്ത് വെക്കുന്നത് അത്ര വരെയുള്ള ഇൻഡക്റ്റൻസ് വാല്യൂ നമുക്ക് കിട്ടും. ഈ സെലക്ടർ സ്വിച്ച് നമുക്ക് മാനുവലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, മാനുവലി നമ്മളത് ഇങ്ങനെ നിങ്ങൾക്ക് മാനുവലി ആ സെലക്ടർ സ്വിച്ചിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. അപ്പൊ അത് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഏത് ടാപ്പിംഗിലാണോ വരുന്നത് അത്രയുള്ള ഇൻഡക്റ്റൻസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇതാണ് എന്ത് ടാപ്ഡ് ഇൻഡക്ടർ. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് ഇൻഡക്റ്റൻസ് വാല്യൂ വേരിയിങ് ആണ് അല്ലെ, ഒരു ഫിക്സഡ് അല്ല. ഈ ഒരു ടാപ്ഡ് ഇൻഡക്ടറിനെ നമ്മളൊരു സർക്യൂട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സെലക്ടർ സ്വിച്ച് വേരി ചെയ്യിച്ചിട്ട് അതിന്റെ ഇൻഡക്റ്റൻസ് വാല്യൂ വേരി ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇൻഡക്റ്റൻസ് ഫിക്സഡ് അല്ല, ഈ ഇൻഡക്ടർ എന്താണ് വേരിയബിൾ ഇൻഡക്ടർ ആണ്. ഓക്കെ, ഇതാണ് ടാപ്ഡ് ഇൻഡക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത് സ്ലഗ് ട്യൂൺഡ് ഇൻഡക്ടർ ആണ്. സ്ലഗ് ട്യൂൺഡ് ഇൻഡക്ടറിൽ ഇതേപോലെ തന്നെയാണ്. അതിലെന്താണ് ഫെറൈറ്റ് കോർ ഉണ്ടാവും. ഓക്കെ, ഈ ഫെറൈറ്റ് കോർ ഉണ്ടാകും, അതുപോലെ കോപ്പർ കോയിൽ ഇങ്ങനെ വൗണ്ട് ചെയ്തിട്ടും ഉണ്ടാവും. അപ്പം സ്ലഗ് ട്യൂൺഡ് ഇൻഡക്ടറിൽ ഈ ഫെറൈറ്റ് കോർ ആണ് മൂവ് ചെയ്യിക്കുക, അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യിക്കുക. ഓക്കെ, ഇതെന്താണ് ഫെറൈറ്റ് കോർ ആണ്. അപ്പം ഈ ഫെറൈറ്റ് കോർ മൂവ് ചെയ്യിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, വാല്യൂ കുറയും. എങ്ങോട്ടാണോ മൂവ്മെന്റ് വരുന്നത് അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. അതാണ് സ്ലഗ് ട്യൂൺഡ് ഒരു എക്സാമ്പിൾ ആണ് സ്ലഗ് ട്യൂൺഡ് ഇൻഡക്ടർ. അതിന്റെ വർക്കിംഗ് ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇത് സ്ലഗ് ട്യൂൺഡ് ഇൻഡക്ടർ എന്താണ്, ഇതിലൊരു ഇതിലൊരു ഫെറൈറ്റ് കോർ ഉണ്ട്. ഞാൻ എങ്ങനെയാണ് ഒരു കോർ ഉണ്ടാവും, ആ കോറിന് ഇതുപോലെ വൗണ്ട് ചെയ്തിട്ട് കോപ്പർ വയർസ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. അപ്പം സ്ലഗ് ട്യൂൺഡ് ഇൻഡക്ടറിൽ ഈ ഫെറൈറ്റ് കോർ ഈസ് മൂവബിൾ ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. അപ്പൊ ഈ ഫെറൈറ്റ് കോർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അതിൽ നിന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഇൻഡക്റ്റൻസ് വാല്യൂ എന്ത് ചെയ്യും, വേരി ചെയ്യും. അങ്ങനെയാണ് അതിൽ ഇൻഡക്റ്റൻസ് വാല്യൂ വേരി ചെയ്യിക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് എന്ത് വേരിയബിൾ ടൈപ്പ് ഇൻഡക്ടേഴ്സ്. ഏതൊക്കെയാണ് ടാപ്ഡ് ഇൻഡക്ടർ ആൻഡ് സ്ലഗ് ട്യൂൺഡ് ഇൻഡക്ടർ.
ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡക്ടേഴ്സ് ആണ്. ഇതിന്റെ ക്ലാസിഫിക്കേഷൻ സിമ്പിൾ ആണ് അല്ലേ. ഫിക്സഡ് ഉണ്ട്, വേരിയബിൾ ഉണ്ട്. ഫിക്സഡിൽ എയർ കോർ ഉണ്ട്. എയർ കോർ പറഞ്ഞു വെറും കോപ്പർ വയർസ് മാത്രമായിരിക്കും, അവിടെ കോർ ഇല്ല, കോറിന് വരെ എയർ ആണുള്ളത്. ഓക്കെ, ദെൻ ഫിക്സഡ് ടൈപ്പിൽ അനദർ വരുന്നത് കോഡ് ഇൻഡക്ടേഴ്സ് ആണ്. കോഡ് ഇൻഡക്ടറിൽ അയൺ കോറും ഫെറൈറ്റ് കോറും ഉണ്ട്. ഞാൻ ഡിസ്കസ് ചെയ്തത് അയൺ കോർ ഇൻഡക്ടർ ആണ്. എന്താണ് അയൺ കോറും ഫെറൈറ്റ് കോറും തമ്മിൽ ഒറ്റ ഡിഫറൻസേ ഉള്ളൂ, ആ കോർ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് ചേഞ്ച് ഉണ്ട്. അയൺ കോറിൽ അയൺ ആയിരിക്കും, ഫെറൈറ്റ് കോറിൽ ഫെറൈറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ അയൺ കോറിൽ എഗെയിൻ ആ കോർ മെറ്റീരിയലിന്റെ ഷേപ്പിനനുസരിച്ച് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, ബട്ട് അത് ആവശ്യമില്ല, ഇത്ര വരെ നോക്കിയാൽ മതി. പിന്നെ വേരിയബിൾ ടൈപ്പിലാണെങ്കിൽ ടാപ്ഡ് ഇൻഡക്ടറും ഉണ്ട്, സ്ലഗ് ട്യൂൺഡ് ഇൻഡക്ടറും ഉണ്ട്. ടാപ്ഡ് ഇൻഡക്ടേഴ്സിൽ എങ്ങനെയാണ്, നമ്മൾ ഇൻഡക്ടറിന് ഡിഫറെന്റ് ടാപ്പിംഗ്സ് എടുക്കും, നമ്മൾ ആ സെലക്ടർ സ്വിച്ച് ഏത് ടാപ്പിങ്ങിലേക്കാണോ കണക്ട് ചെയ്ത് വെക്കുന്നത് അത്രത്തോളമുള്ള ഇൻഡക്ടൻസ് വാല്യൂ കിട്ടും. അപ്പോൾ സെലക്ടർ സ്വിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ടാപ്പിംഗ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ടാപ്പിംഗ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇൻഡക്ടൻസ് വാല്യൂ വിൽ ബി വേരി. ഓക്കെ, ആൻഡ് സ്ലഗ് ട്യൂൺഡ് ഇൻഡക്ടർ ആണ് അനദർ വേരിയബിൾ ടൈപ്പ് ഇൻഡക്ടർ. അതെന്താണ്, സ്ലഗ് ട്യൂണിൽ ഒരു ഫെറൈറ്റ് കോർ ഉണ്ടാവും, അതിന്റെ മുകളിൽ കോപ്പർ വയറിങ്സ് ആണ്. അപ്പോൾ ഫെറൈറ്റ് കോർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ ഇൻഡക്ടൻസ് വാല്യൂ വേരി ചെയ്യും. ഓക്കെ, ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡക്ടേഴ്സ്. ഇത് ക്ലിയർ അല്ലേ? ഇത്ര വരെ ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ്, അതാണ് ഞാൻ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് പോയത്. ഓക്കെ, നെക്സ്റ്റ് എന്താ, നമ്മൾ ആ ഒരു പാറ്റേണിലാണല്ലോ പോകുന്നത്. ഫസ്റ്റ് എന്താണ്, ആ പാസീവ് കോമ്പണന്റിനെ കുറിച്ച് പഠിക്കും, then അതിന്റെ കൺസ്ട്രക്ഷൻ, then അതിന്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ സ്പെസിഫിക്കേഷൻ. ആ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അല്ലേ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് എന്താണ്, സ്പെസിഫിക്കേഷൻ ഓഫ് ഇൻഡക്ടേഴ്സ് ഉണ്ട് അല്ലേ. സ്പെസിഫിക്കേഷൻ ഓഫ് ഇൻഡക്ടർ, ഇതിനും 5 പോയിന്റ്സ് ഉണ്ട്. വാല്യൂ ഓഫ് ഇൻഡക്ടൻസ്, ഓക്കെ, അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. എത്ര വാല്യൂലുള്ള ഇൻഡക്ടൻസ് ആണോ വേണ്ടത്, ആ ഡിസൈഡ് വാല്യൂലുള്ള ഇൻഡക്ടർ ആണ് നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ, ഇനി ഇൻഡക്ടറിന്റെ കേസ് പറയുമ്പോൾ ഇമ്പോർട്ടൻറ്റ് കറണ്ട് റേറ്റിംഗ് ആണ്. ഓക്കെ, കറണ്ട് റേറ്റിംഗ് ആണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പറഞ്ഞു ഇൻഡക്ടേഴ്സ് എന്താണ്, ഓപ്പോസിറ്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ആണ്. കപ്പാസിറ്ററിന്റെ കേസ് ആണ് പറയുന്നതെങ്കിൽ നമ്മൾ വോൾട്ടേജ് റേറ്റിംഗ് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇൻഡക്ടറിന്റെ കേസ് ആണെങ്കിൽ നമ്മൾ കറണ്ട് റേറ്റിംഗ് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, ആൻഡ് DC റെസിസ്റ്റൻസ് വാല്യൂ ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്താൽ മതി. ദെൻ ഫ്രീക്വൻസി, റേഞ്ച്, കോർ ടൈപ്പ്, ഇതൊക്കെയാണ് എന്ത് സ്പെസിഫിക്കേഷൻ ഓഫ് ഇൻഡക്ടേഴ്സ് വരുന്നത്. ഓക്കെ, ഈ പോയിന്റുകൾ. ഓക്കെ, വാല്യൂ ഓഫ് ഇൻഡക്ടൻസ് ശ്രദ്ധിക്കണം, കറണ്ട് റേറ്റിംഗ് ചെക്ക് ചെയ്യണം, DC റെസിസ്റ്റൻസ് വാല്യൂ നോക്കണം, അതിന്റെ ഫ്രീക്വൻസി, റേഞ്ച് നോക്കണം. ഓക്കെ, അതിന്റെ കോർ ടൈപ്പ് നോക്കണം. ഓരോ ആപ്ലിക്കേഷൻ, ഓരോ സ്പെസിഫിക് ആപ്ലിക്കേഷന് ഒരു സ്പെസിഫിക് കോർ ടൈപ്പ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പൊ അതൊക്കെയാണ് ഇൻഡക്ടറിന്റെ സ്പെസിഫിക്കേഷൻസ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മുടെ 2 പാസീവ് കോമ്പണൻസ്, ദാറ്റ് ഈസ് കപ്പാസിറ്ററും ഇൻഡക്ടറും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം. ഓക്കെ, രണ്ടും ഏതൊക്കെയോ കുറച്ച് പോർഷൻസിലൊക്കെ അത് സിമിലർ ആണ്, ബട്ട് സിമിലർ ഇൻ ദ സെൻസ് അതിന് കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് സെയിം അല്ല, ബട്ട് എന്താ നമുക്ക് ഒരേ ഫീച്ചർ വെച്ചിട്ട് അതിനെ കമ്പയർ ചെയ്യാൻ പറ്റും. കപ്പാസിറ്ററിന് ഇൻഡക്ടറിനെ ഒരേ ഫീച്ചേഴ്സ് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊന്ന് നോക്കാം. ഇവിടെ ഉള്ള സ്ലൈഡ് നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും. ഡിഫറൻസ് ബിറ്റ്വീൻ കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ. ഫീച്ചേഴ്സ് സ്റ്റോറേജ് ഡിവൈസ്, സ്റ്റോറേജ് ഫീൽഡ്. ഓക്കെ, കപ്പാസിറ്ററിന്റെ ഇലക്ട്രിക്കൽ ഫീൽഡിലാണ്, കപ്പാസിറ്ററിൽ ഇലക്ട്രിക്കൽ ഫീൽഡ് ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫീൽഡാണ് എനർജി ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് റെസിസ്റ്റ് വോൾട്ടേജ് ഓർ കറന്റ്. കപ്പാസിറ്റർ എന്താണ്, വോൾട്ടേജിനെയാണ് റെസിസ്റ്റ്. ഓക്കെ, ഇൻഡക്ടർ ആണെങ്കിൽ കറന്റ് റെസിസ്റ്റ് ചെയ്യുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറന്റ് ആണ് ഇൻഡക്ടർ ഒപ്പോസ് ചെയ്യുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് ആണ് കപ്പാസിറ്റർ ഒപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് കണ്ടക്ട് കറന്റ്. കപ്പാസിറ്റർ കറന്റ് കണ്ടക്ട് ചെയ്യില്ല അല്ലെ, രണ്ട് മെറ്റൽ പ്ലേറ്റിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ ആണ് ഉള്ളത്. സോ കപ്പാസിറ്റർ എന്ത് ചെയ്യില്ല, അതിനെ കണ്ടക്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് അവിടെ ഒരു വോൾട്ടേജ് പൊട്ടൻഷ്യൽ വരുന്നത്. ഓക്കെ, അപ്പം കണ്ടക്ട് കറന്റ് ചോദിച്ചാൽ കപ്പാസിറ്റർ നോ, ബട്ട് ഇൻഡക്ടർ എന്ത് ചെയ്യും, കറന്റിനെ കണ്ടക്ട് ചെയ്യും, ബട്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറന്റ് ആണ് അത് ഒപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻഡക്ടർ കറന്റിനെ എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും, ബട്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറന്റ് എന്ത് ചെയ്യും, ഒപ്പോസ് ചെയ്യും.
Okay, sudden increase or decrease in the current എന്ത് ചെയ്യും? Oppose ചെയ്യും. Okay, next AC current. ഈ ഒരു ഫാക്ടർ പറയുന്നത് നമ്മളെ പവർ ഫാക്ടർ റിലേറ്റഡ് ആയിട്ടൊരു കാര്യമാണ്. നമ്മളിപ്പോൾ AC കറൻസിലാണ് ഈ കപ്പാസിറ്റർ വർക്ക് ചെയ്യിക്കുന്നതെങ്കിൽ അവിടെ വോൾട്ടേജ് ലാഗ് ചെയ്യും. വോൾട്ടേജ് ലാഗ്സ് ദ കറണ്ട് ആയിരിക്കും. ഇൻഡക്ടറിന്റെ കേസിലാണെങ്കിൽ കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. AC കറണ്ടിലാണെങ്കിൽ കപ്പാസിറ്ററിൽ വോൾട്ടേജ് ആണ് ലാഗ് ചെയ്യുക, ഇൻഡക്ടറിൽ കറണ്ട് ആണ് ലാഗ് ചെയ്യുക. ഓക്കെ, എന്താണ് ഇൻഡക്ടർ ചേഞ്ച് ഓഫ് കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇൻഡക്ടറിൽ കറണ്ട് ആണ് ലാഗ് ചെയ്യുക, കപ്പാസിറ്ററിൽ വോൾട്ടേജ് ലാഗ് ചെയ്യും. കറണ്ടിന്റെ കേസിൽ പറയുകയാണെങ്കിൽ കറണ്ട് ഡിക്രീസസ് ഓവർ ടൈം. In the case of capacitor, in inductor, current increases over time. Okay, DC current in the case of current decreases over time. Inductors current increases over time. Okay, any best frequencies for conduction? Capacitor in the case high frequencies better. Inductors in the case low frequencies conduction better. Okay, but best frequencies for conduction capacitor high frequencies ആണ്, ഇൻഡക്ടേഴ്സ് low frequencies. Difference between capacitors and inductors. നമുക്കൊരു 5-6 കോമൺ ഫീച്ചർ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും. ഇതൊന്ന് നോക്കി വെക്കുക, ഒരു 5 പോയിന്റ് എങ്കിലും നോക്കി വെക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ. Okay, up to this point എന്താണ് നമ്മുടെ പാസീവ് കോമ്പണൻസിന്റെ സെക്ഷൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ഈ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞ എന്താണ്, ഈ മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെന്റ് ഇലക്ട്രോണിക് കോമ്പണൻസ് ആണ്. അതിൽ പാസീവ് ഉണ്ട്, ആക്റ്റീവ് കോമ്പണൻസ്. ആക്റ്റീവ് കോമ്പണൻസ് പറഞ്ഞതായിരുന്നു റെസിസ്റ്റർ, കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ. ഓക്കെ, അപ്പം അതിൽ നമ്മൾ ഓരോ ടേംസും റെസിസ്റ്ററിനെയും കപ്പാസിറ്ററിനെയും ഇൻഡക്ടറിനെയും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് റെസിസ്റ്റർ അത് പഠിക്കും. ദെൻ എന്താണ് ആ ഒരു ഇലക്ട്രോണിക് കോമ്പണന്റ് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ദെൻ അതിൽ പഠിച്ചു. ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് പഠിച്ചു. ആ ക്ലാസിഫിക്കേഷനിൽ തന്നെ ഓരോ ടേംസിനെയും സെപ്പറേറ്റ് എടുത്ത് നോക്കിയാൽ അതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, അതിന്റെ ഫീച്ചേഴ്സ് എങ്ങനെയാണെന്നുള്ളത് ഓരോ ടേമിനും നോക്കി. ഫൈനലി അതിന്റെ സ്പെസിഫിക്കേഷനും പഠിച്ചു. പിന്നെ റെസിസ്റ്റേഴ്സിന്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കപ്പാസിറ്റേഴ്സിന്റെ കേസിൽ റെക്കോർഡിംഗ് മെത്തേഡും പഠിച്ചിട്ടുണ്ട്. ബട്ട് കപ്പാസിറ്റേഴ്സിന്റെ കേസിൽ ഇമ്പോർട്ടൻറ്റ് നോൺ റെക്കോർഡിംഗ് മെത്തേഡാണ്. ഓക്കെ, ആൻഡ് ഫൈനലി ഇൻഡക്ടേഴ്സിന്റെ കേസിൽ നമ്മൾ ഇല്ല, അത് ഇൻഡക്ടൻസ് വാല്യൂ മെത്തേഡ് ഇല്ല. അത് നമ്മൾ ഇൻസ്ട്രുമെന്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അത് മെഷർ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ആ ഇൻഡക്ടറിന്റെ മുകളിൽ തന്നെ ആ ഒരു വാല്യൂ സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതിനൊരു സെപ്പറേറ്റ് മെത്തേഡ്. ഇപ്പൊ ഇത്രയും പോയിന്റ് നമ്മുടെ പാസീവ് കോമ്പണൻസിൽ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ആക്റ്റീവ് കോമ്പണൻസിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഒന്ന് എക്സാമ്പിൾ കോമ്പണൻസ് നമ്മൾ പഠിച്ച എക്സാമ്പിൾസ് ഏതൊക്കെയായിരുന്നു? Anybody? Okay, diodes, right. Then okay, that is component. Another active component. So good. Okay, നമ്മൾ പല എക്സാമ്പിൾസ് ഡയോഡ്, ട്രാൻസിസ്റ്റർ അതൊക്കെയാണ് എക്സാമ്പിൾസ് പഠിച്ചത്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ഇനി ഡിസ്കസ് ചെയ്യുന്നത് ഈ ആക്റ്റീവ് കോമ്പണൻസിനെ കുറിച്ചാണ്. ഓക്കെ, നമുക്ക് ആ ഒരു ആക്റ്റീവ് കോമ്പണൻസിനെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ എന്താണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, എന്താണ് കണ്ടക്ടേഴ്സ്, സൂപ്പർ കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ് നമുക്ക് നെക്സ്റ്റ് ഇനി കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് ആ ഒരു നോക്കാം. എന്താണ് കണ്ടക്ടേഴ്സ്? ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ order conductivity, the materials are basically classified into 4 types. Okay, they are superconductors,
conductors, semiconductors and insulators. Okay, എങ്ങനെയാണ് in the order of conductivity the materials are conductors, semiconductors and insulators. Okay, അതിൽ നമുക്ക് കണ്ടക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. കണ്ടക്ടേഴ്സ് എന്താണെന്ന് നമുക്ക് അറിയാം അല്ലേ? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ്. അപ്പം മെറ്റീരിയൽ capable of carrying electric current, that is material which has a mobile charge carriers. അതാണ് material which has mobile charge carriers are called conductors. Examples ആണ് എന്ത്? Ions, etc. Okay, അപ്പം conductors എന്ന് വെച്ചാൽ materials capable of carrying electrical current. Okay, that is material which has mobile charge carriers. അതാണ് conductors എന്ന് പറയുന്നത്. Example is and liquids with ions. Simple liquids അല്ല, liquids with ions. അതൊക്കെ conductors എക്സാമ്പിൾ ആണ്. Okay, അപ്പോൾ large number of എന്താ ഇലക്ട്രിക് കറന്റിനെ കണ്ടക്ട് ചെയ്യും. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? മെറ്റീരിയൽ വിത്ത് നോ ഓർ വെരി ഫ്യൂ ചാർജ്. എക്സാമ്പിൾ ക്വാർട്സ്, മോസ്റ്റ്, കോവലന്റ്, അയോണിക് സോളിഡ്സ്, പ്ലാസ്റ്റിക്സ് എക്സെട്ര. അപ്പോൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? They do not conduct electricity അല്ലേ? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ഹാവ് വെരി ഫ്യൂ ഫ്രീ ചാർജ് കുറവാണ്. മൊബൈൽ ചാർജ് കാരിയേഴ്സ് അവിടെ കുറവാണ്. അതുകൊണ്ട് അത് ഇൻസുലേറ്റേഴ്സ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സ് ഒക്കെ നമുക്ക് അറിയാൻ കാര്യമാണ് അല്ലേ? ഇനി എന്താണ് സെമി കണ്ടക്ടേഴ്സ്? സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് വിത്ത് കണ്ടക്ടിവിറ്റി ബിറ്റ്വീൻ ദാറ്റ് ഓഫ് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് are called semiconductors. Okay, materials with conductivity between and insulators, they are called semiconductors. ഇപ്പോൾ അതിന് എക്സാമ്പിൾ ആയി പറയുന്നത് ജർമേനിയം, സിലിക്കൺ, ഫോസ്ഫേറ്റ്, ആ ഒരു രീതിയിലുള്ള എക്സാമ്പിൾസ്. അപ്പോൾ അത് എന്താണ്? അതിന്റെ കണ്ടക്ടിവിറ്റി എന്താണ്? ഇൻസുലേറ്ററിനെ പോലെയോ അല്ല, കണ്ടക്ടേഴ്സിനെ പോലെയോ അല്ല. അതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് അതിന്റെ കണ്ടക്ടിവിറ്റി വരിക. വിച്ച് മീൻസ് നോർമൽ കണ്ടീഷനിൽ ചെയ്യുന്നില്ല. ബട്ട് നമ്മൾ എന്തെങ്കിലും അതിലേക്ക് ഒരു ആക്സിലറേഷൻ കൊടുക്കുകയാണ്, എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ആക്ട് ലൈക്ക് കണ്ടക്ടേഴ്സ്. ഓക്കെ, അതാണ് സെമി കണ്ടക്ടേഴ്സിന്റെ പെക്യുലാരിറ്റി. അത് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻസുലേറ്ററിനെ പോലെയോ കണ്ടക്ടേഴ്സിനെ പോലെയോ അല്ല, അതിന്റെ ഇൻബിറ്റ്വീൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നോർമലി ബിഹേവ് ചെയ്യുന്നതെങ്കിലും അതിനെ കണ്ടക്ടർ ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, ആ ഒരു ടേം കുറച്ച് ലേറ്റർ ഡിസ്കസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ എന്താണ്? സൂപ്പർ കണ്ടക്ടേഴ്സ്. Okay, certain materials have a zero resistivity, very low temperature. It is the superconductor. അതിന് സീറോ റെസിസ്റ്റിവിറ്റി ആണ്. സീറോ റെസിസ്റ്റിവിറ്റി മീൻസ് എന്താണ്? കണ്ടക്ടിങ് ആണ്. അതിന് റെസിസ്റ്റൻസ് സീറോ റെസിസ്റ്റിവിറ്റി ആണ്. അത് ലോ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ അതിന് റെസിസ്റ്റിവിറ്റിയിൽ വേരിയേഷൻ വരും. ബട്ട് അറ്റ് ലോ ടെമ്പറേച്ചർ ഇറ്റ് ഹാസ് സീറോ റെസിസ്റ്റിവിറ്റി. Called a superconductor. Example: sodium, magnesium diboride, etc. ഇതാണ് superconductors എക്സാമ്പിൾ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ആക്റ്റീവ് കോമ്പണൻസിന്റെ കേസിൽ ആദ്യം നമ്മൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി ഓർഡർ ദ മെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് 4 types: superconductors, conductors, semiconductors and insulators. ഓക്കെ, അപ്പോൾ അത് എന്താണ്? അത് ഓരോ മെറ്റീരിയലും എന്താണ് അതിന്റെ എക്സാമ്പിൾസ് ഓർത്ത് വെച്ചാൽ ബാക്കി അപ്പേ